പ്രിയ ഒരു ആൻറ്റീക്ക് ഷോപ്പിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു മരപ്പെട്ടി ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് തുറക്കാൻ നോക്കിയപ്പോൾ വീട്ടിലെന്തോ അസ്വാഭാവികമായി കാറ്റ് വീശി. അത് കാര്യമാക്കാതെ അവൾ തുറന്നു. മേക്കപ്പ് ബോക്സ് പോലെയുള്ള അതിൻ്റെ അകത്ത് ഒരു കുപ്പി നിറയെ ചോരയും ഒരു തുണിയിൽ പൊതിഞ്ഞ മുടിയും ഉണ്ടായിരുന്നു. അതിലെ കണ്ണാടി തുറന്നപ്പോൾ സൂചികൾ കുത്തിയ ഒരു പാവയും ഉണ്ട്. അവൾ ആ സൂചികൾ ഊരിയെടുത്തു. അവൾ അതിലുള്ള ചെറിയ അടപ്പ് തുറന്നപ്പോൾ ഒരു പ്രകാശം വന്നു. എന്തോ ഒരു ശക്തി അവളുടെ ദേഹത്ത് കയറി. വേറെ ആരുമല്ല, ഒരു ആത്മാവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വെവ്വേറെ മതക്കാരായിരുന്ന എസ്രയും റോസിയും പ്രണയത്തിലായി. റോസി ഗർഭിണിയായപ്പോൾ എസ്ര അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബന്ധം സമ്മതിച്ചില്ല. പിന്നീട് റോസിക്ക് എത്തിയത് എസ്രയുടെ ഒരു കത്തായിരുന്നു. അവന് അവൾക്ക് കൊടുത്ത വിവാഹ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൾ മരത്തിൽ കെട്ടി തൂങ്ങി മരിച്ചു. ആ നാട്ടുകാര് എസ്രയെ അടിച്ചു പൊട്ടിച്ച് ഒരു ജീവചപമാക്കി മാറ്റി. ഡോക്ടർമാർ കൈവിട്ടപ്പോൾ എസ്രയുടെ അച്ഛൻ ആഭിചാരിക ക്രിയയിലൂടെ എസ്രയെ കൊന്ന് ആ ആത്മാവിനെ ഒരു ബോക്സിലേക്ക് ആവാഹിച്ചു. ആ ബോക്സാണ് പ്രിയ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാനായി വീട്ടിലേക്ക് കൊണ്ടുവന്നത്.